നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ. സരസ്വതി സരീവിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇങ്ങനെ അഭിമുഖമായി ഇരുന്നു കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. ഇന്നിപ്പം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഒരു കുഞ്ഞു വീഡിയോ ഇട്ടാലോ എന്ന്. അതായത് സന്ധ്യാനാമത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 5:30 മണിയാകുമ്പോൾ എൻ്റെ അമ്മൂമ്മ വിളക്ക് തുടയ്ക്കുക, തിണ്ണയൊക്കെ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് അടിച്ചിട്ട് വെള്ളം തളിപ്പിക്കുക. വെള്ളം തെളിക്കും, വെള്ളം തെളിക്കാന്നും തളിക്കാന്നും പറയും. വിളക്ക് കൊളുത്താനുള്ള ചിട്ടവട്ടങ്ങൾക്കൊരു 1/4 മണിക്കൂർ 1 മണിക്കൂറോളം വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് ഒരുക്കങ്ങളാണ്. അതിന് പരിചാരികമാരായിട്ട് അല്ലെ പരിചാരകരായിട്ട് ഞങ്ങൾ പേരക്കുട്ടികൾ ഓരോന്ന് പറയുന്നതനുസരിച്ച് ചെയ്തു കൊടുക്കും. ഇന്നത്തെ പോലെ വിളക്കുത്തിരിയൊന്നും അന്ന് കിട്ടില്ല. നല്ല വെളുത്ത തുണി, തിരശീല, അതിന് തിരശീല എന്നാണ് പറയുന്നത്. തിരശീല തുണി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ ഇങ്ങനെ കൈകൊണ്ട് തെറുത്ത് തിരികളുണ്ടാക്കിയാണ് അന്ന് വിളക്ക് കൊളുത്തിയിരുന്നത്. ഇന്നങ്ങനെയൊന്നും ഇല്ലല്ലോ, വിളക്ക് കൊളുത്തലേ ചുരുക്കം. അപ്പം അങ്ങനെ അത് ഈ തിരി തീർക്കുന്നതൊക്കെ ഞങ്ങൾ കുട്ടികളുടെ ജോലിയാണ്. അതിനുശേഷം 5 തിരിയിടും. 5 തിരിയിട്ട് വിളക്ക് കൊളുത്തും. വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഉടനെ കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് കുട്ടികളെല്ലാവരും വന്നിരിക്കും. അമ്മൂമ്മയ്ക്ക് താഴെ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മൂമ്മ കസേര ഇട്ടിരിക്കും. ഞങ്ങൾ കുട്ടികളെല്ലാവരും താഴെ ചമ്രം പടഞ്ഞിരിക്കും. കൂട്ടുകുടുംബമല്ലേ, കുട്ടികൾ നിറയല്ലേ. അമ്മൂമ്മയ്ക്ക് 7 മക്കളായിരുന്നു. കല്യാണി അമ്മൂമ്മ. എൻ്റെ അമ്മൂമ്മയുടെ പേര് കല്യാണി അമ്മയെന്നും അപ്പൂപ്പൻ്റെ പേര് പരമേശ്വരൻ നായർന്നുമായിരുന്നു. അച്ഛൻ നാരായണൻ നായരും അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മയും. അപ്പോൾ അമ്മൂമ്മയുടെ മക്കളെല്ലാവരും തന്നെ അവിടെ ഉണ്ട്. അവരുടെയൊക്കെ മക്കളാണ് ഞങ്ങൾ ചെറിയ കുട്ടികൾ. അപ്പോൾ ഞങ്ങൾ 7-8 കുട്ടികളുമുണ്ട്. എല്ലാവരും കൂടെ ചുറ്റിനിരുന്ന്, ഞാനും എൻ്റെ കസിൻസും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും കൂടെ ചുറ്റിനിരുന്ന് നാമം ജപിക്കും. അമ്മൂമ്മയും ഒപ്പം ജപിക്കും. അത് ഇന്നത്തെ പോലെ ഓം നമഃശിവായ മാത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ പറ്റുകയില്ല. ആ മുതൽ അം വരെയുള്ള എല്ലാ കീർത്തനങ്ങളും ഓം നമഃശിവായ മുതലുള്ള ബാക്കി കീർത്തനങ്ങളും കൃഷ്ണഭഗവാനെക്കുറിച്ചും പരമശിവനെക്കുറിച്ചും ബ്രഹ്മാവിനെക്കുറിച്ചും ഒക്കെയുള്ള നാമങ്ങളെല്ലാം ഇതെല്ലാം ഭക്തിപൂർവ്വം അവിടെ നിന്ന് ജപിക്കും. ഇടയ്ക്ക് വരുന്ന തെറ്റുകളൊക്കെ അമ്മൂമ്മ പറഞ്ഞു തരും. ആദ്യം തുടങ്ങുന്നത് രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. അത് അവസാനം സന്ധ്യനാമസംഗ്രഹം കലിവിനാശനം വരം സന്ധ്യനേരമിങ്ങനെ ജപിക്ക നിങ്ങൾ സാദരം. ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമ. ഒരു കൊച്ചു പുസ്തകം, ഒരു 5 വടി ഒരു കൊച്ചു പുസ്തകമാണ് സന്ധ്യാനാമ പുസ്തകം. അത് മുഴുവൻ കഴിഞ്ഞാൽ പിന്നെ ഓരോരോ കീർത്തനങ്ങളാണ് ചൊല്ലുന്നത്. കൃഷ്ണനെക്കുറിച്ചും പരമശിവനെക്കുറിച്ചും ഒക്കെ ദേവിയെക്കുറിച്ചും ഒക്കെയുള്ള കീർത്തനങ്ങൾ ചൊല്ലും. ഇതും കഴിഞ്ഞ് നക്ഷത്രങ്ങൾ മുഴുവൻ അശ്വതി മുതൽ അതുപോലെ തന്നെ ചിങ്ങം കന്നി മാസങ്ങൾ മുഴുവൻ, മലയാള മാസങ്ങൾ മുഴുവൻ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകയിരം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ജ്യോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരിട്ടാതി ഉത്രിട്ടാതി രേവതി. ഇന്നത്തെ ഏത് കുട്ടികൾക്കറിയാം മുഴുവൻ നക്ഷത്രങ്ങളും പറയാൻ?
മലയാള മാസങ്ങൾ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, അങ്ങനെ അത് പറയാൻ ആരെക്കൊണ്ട് കഴിയും? ഇതൊന്നും ഇന്നറിയില്ല. ഇതെല്ലാം ചൊല്ലിയതിന് ശേഷം, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമേ അത്താഴം തരികയുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഉടനെ കുട്ടികളൊക്കെ പഠിക്കാൻ പോയിരിക്കും. ഈ പഠിക്കാൻ പോയിരിക്കുമ്പോൾ മനസ്സ് ശുദ്ധിയോടും സമാധാനത്തോടും കൂടിയാണ് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയിരിക്കുന്നത്. ഇന്നിതൊന്നുമില്ല. സന്ധ്യാനാമം ജപമില്ല, മുത്തശ്ശിമാരില്ല. ഉള്ള മുത്തശ്ശിമാർ തന്നെ ഏതെങ്കിലുമൊക്കെ സീരിയലിൻ്റെ മുമ്പിലൊക്കെ പോയി ഇരുന്നോളും. അമ്മമാരിപ്പുറത്തും സീരിയൽ കണ്ടുകൊണ്ടിരുന്നോളും. കുട്ടികൾ അവരുടേതായ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നോളും. ഒരു ചിട്ടയും ക്രമവും ഇല്ലാത്ത ജീവിതമാണ്. അന്ന് വളരെ കൃത്യനിഷ്ഠയോടുകൂടിയായിരുന്നു കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത്. ഇന്നതൊക്കെ പോയി. അന്ന് കുട്ടികളെ നല്ല തല്ലുമൊക്കെ കൊടുത്തല്ലേ വളർത്തുന്നത്. ഇന്നും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ അടിക്കാൻ പേടിയാണ്. ആലോചിച്ച് നോക്ക്. കാരണം ഇവരെന്തെങ്കിലും ചെയ്തു കൂട്ടിയാലോ എന്നുള്ള പേടി. ഇന്ന് സ്വഭാവ രൂപീകരണം വേണ്ട. ഒരു പച്ചയായ മനുഷ്യനായിരുന്നു അന്നത്തെ ഓരോ വ്യക്തിയും. ഇന്നതൊന്നുമില്ല. കുറേ പരിഷ്കാരങ്ങളും കുറേ ഡ്രസ്സിൻ്റെ പകിട്ടുകളും പല രീതിയിലുള്ള ഹെയർ സ്റ്റൈലുകളും പല രീതിയിലുള്ള ഫാഷൻ പരേഡുകളും ഒക്കെയാണ് കുട്ടികൾ. അതിലേക്കൊക്കെയാണ്. പിന്നെ പണ്ട് അച്ഛനമ്മമാർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേരത്തെ കാക്കയും പൂച്ചയൊക്കെ കാണിച്ചും അമ്പിളിമാമനെ കാണിച്ചും ഒക്കെയാണ് കുഞ്ഞുങ്ങളെ ഊട്ടിയിരുന്നത്. ഇന്ന് ടി വിയുടെ മുമ്പിൽ പിള്ളേരുടെ കയ്യിൽ തന്നെ റിമോട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ആ റിമോട്ട് മാറ്റി അവർക്ക് തോന്നി ചാനലും വെച്ച് ടി വി കണ്ടോണ്ടേ ഇന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കൂ. ആലോചിച്ച് നോക്കേ. കാലത്തിന് വന്ന മാറ്റങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, ഏത് ജാതി മതസ്ഥരായാലും സന്ധ്യയ്ക്ക് സന്ധ്യാനാമം അല്ലെങ്കിൽ അവരവരുടേതായ പ്രാർത്ഥനകൾ കൂട്ടമായിരുന്ന്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഭേദമില്ലാതെ എല്ലാവരും സന്ധ്യയ്ക്ക് എല്ലാ വീടുകളിൽ നിന്നും സന്ധ്യാനാമം, ഹിന്ദുക്കൾ സന്ധ്യാനാമം എന്ന് പറയും, ക്രിസ്ത്യാനികൾ പ്രാർത്ഥനയെന്ന് പറയും, മുസ്ലിംസ് അവരുടേതായ പ്രാർത്ഥനാ രീതികൾ, ഇതെല്ലാം എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. ഇന്നതൊന്നുമില്ല. ഉള്ള ചില സ്ഥലങ്ങളുണ്ട്, നാമജപമൊക്കെ ഉണ്ട്. പക്ഷേ നിലത്ത് ചമ്രം മടഞ്ഞിരുന്ന് എത്ര വീടുകളിൽ എത്ര കുഞ്ഞുങ്ങൾ സന്ധ്യാദീപത്തിൻ്റെ മുമ്പിരുന്ന് നാമം ജപിക്കുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ എത്ര വീടുകളിൽ ഇത് ഒരു പതിവായിരിക്കുന്നു? ഇങ്ങനെയുള്ള ചില ആചാരമര്യാദകൾ, ചില ജീവിത ദിനചര്യകൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ആ രീതിയിൽ വളർന്നു വരും. നല്ല കുട്ടികളായി, ഈശ്വര വിശ്വാസമുള്ളവരായി, നല്ല മനുഷ്യരായി വളരും. ഇത്രയും പറയാനാണ് ഇന്ന് ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇട്ടത്. നാമം ജപിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇത്രയും തോന്നി. ഇത് ഒരാളിലെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ, ഒരു കുടുംബത്തിലെങ്കിലും ഇത് പ്രായോഗികമാക്കാൻ പറ്റുകയാണെങ്കിൽ, നടത്തുന്ന വീടുകളുണ്ട്. അല്ലാത്തവരോടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ എൻ്റെ ഈ വാക്കുകൾ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുകയാണെങ്കിൽ ഞാൻ ധന്യയായി, സംതൃപ്തയായി. എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.